സർക്കാർ സ്ഥാപനങ്ങൾ സ്വന്തം കുടുംബസ്വത്താണെന്ന് കരുതുന്ന ചില ആളുകൾ ഈ നാട്ടിലുണ്ട്. പ്രത്യേകിച്ച് ആശുപത്രികൾ. അവിടെ ചികിത്സയ്ക്കായി പോകുന്നവർ കാണിക്കേണ്ട ചില മര്യാദകളുണ്ടെന്നേ. ആശുപത്രികളിലെത്തിയാൽ ആരോഗ്യ പ്രവർത്തകരോട് അകാരണമായി തട്ടിക്കയറുന്നവരെ കാണാം. എന്നാൽ അവരെ തൊട്ടാൽ വകുപ്പ് വേറെയാണ് കേട്ടോ. കോട്ടയത്ത് ഡോക്ടറെ കയ്യേറ്റം ചെയ്ത കേസിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കോട്ടയം അതിരമ്പുഴ സ്വദേശി സോണിയാണ് പിടിയിലായത്. അതിരമ്പുഴ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ വനിതാ ഡോക്ടറെ കയ്യേറ്റം ചെയ്യുന്ന പരാതിയിലാണ് നടപടി. പ്രമേഹ രോഗികളായ സോണിയും ഭാര്യയും ചികിത്സയ്ക്കായാണ് അതിരമ്പുഴ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെത്തിയത്. ഇവർ ഇൻസുലിൻ ആവശ്യപ്പെട്ടെങ്കിലും ഡോക്ടർ നൽകിയില്ല എന്നാണ് പരാതി. ഇതോടെ സോണി കയ്യേറ്റം ചെയ്യുകയായിരുന്നു എന്ന് ഡോക്ടർ ആരോപിക്കുന്നു. ഒപിയില് പേഷ്യന്റ് വന്നപ്പോഴത്തേക്കിനും അവർക്ക് ഇൻസുലിൻ വേണമെന്നുള്ള ഒരു ആവശ്യമായിട്ടാണ് വന്നത്. അപ്പോൾ കുറച്ച് മാസങ്ങളായിട്ട് ഷുഗർ ചെക്ക് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇത് പറഞ്ഞിട്ടാണ് ആക്ച്വലി ആദ്യം പ്രശ്നങ്ങളെല്ലാം തുടങ്ങുന്നത്. പിന്നെ പുള്ളിക്കാരൻ ആദ്യം ഇരുന്ന് എന്നെ ഭയങ്കര മോശമായിട്ട് സംസാരിക്കാൻ തുടങ്ങി. നിങ്ങൾ ഡോക്ടറാണോ, നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടോ, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എന്തിയേ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ കംപ്ലൈൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നഴ്സിംഗ് സ്റ്റേഷനിലോട്ട് പോകുന്ന വഴിക്ക് ആളുടെ വൈഫിൻ്റെ ബുക്ക് എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ട് അത് പിടിച്ചു പറിക്കാൻ നോക്കി. എന്നെ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യുന്നത് പോലെ വന്നു. അതിനുശേഷം എൻ്റെ ചിന്നിന് ഇടിച്ചു. ഇനിയിപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ നഖമൊക്കെ പൊട്ടി. ഇത് മൊത്തത്തിൽ ഇത്ര അറ്റാക്ക് ആയിട്ട് പുള്ളിക്കാരൻ പെട്ടെന്ന് ഇവിടെ ഇറങ്ങി പോവാണ് പിന്നെ ചെയ്തത്. ഡോക്ടറുടെ പരാതിയിൽ സോണിയെ ഏറ്റുമാനൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആശുപത്രി സംരക്ഷണ നിയമപ്രകാരമാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. എന്നാൽ തനിക്കെതിരെയാണ് കയ്യേറ്റമുണ്ടായതെന്ന് സോണി ആരോപിച്ചു. ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഇവിടെ മരുന്നിന് വന്നപ്പോൾ ഞങ്ങൾക്ക് മരുന്ന് തരാൻ നിഷേധിച്ചു. അപ്പം ഞാൻ പറഞ്ഞു പറ്റത്തില്ല, ഇപ്രാവശ്യം കൂടെ ഞങ്ങൾക്ക് മരുന്ന് തരണം എന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും രോഗികളാണ്. ഞാൻ ആക്സിഡന്റ് പറ്റി ഇരിക്കുന്ന ആളാണ്. കയ്യേറ്റത്തിനിടെ ഡോക്ടറുടെ വിരലിനടക്കം മുറിവേറ്റിട്ടുണ്ട്. ന്യൂസ് 18 കോട്ടയം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.